നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ ഭൂരിഭാഗം പേരും നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടും എന്തിനാണാവോ എൻ്റെ കയ്യിൽ പണം തങ്ങാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്നു, നല്ല ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷേ മാസാവസാനം നോക്കുമ്പോൾ പോക്കറ്റ് കാലി, അല്ലെങ്കിൽ ബിസിനസ്സിൽ വിചാരിച്ചത്ര ലാഭം കിട്ടുന്നില്ല. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും എല്ലാ വഴികളും നോക്കിയിട്ടും പണം മാത്രം നമ്മുടെ കൈകളിൽ തങ്ങുന്നില്ല, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിനു പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില കാരണങ്ങളുണ്ട്. പണം അല്ലെങ്കിൽ ഐശ്വര്യം എന്നത് വെറുമൊരു അക്കൗണ്ടിലെ ബാലൻസ് മാത്രമല്ല, അതൊരു വലിയ എനർജിയാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, കാരണം ഇതിൽ പറയുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. സാമ്പത്തികമായ ഉന്നതി ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല, അല്ലേ? നമ്മുടെ പുരാണങ്ങളിൽ മഹാലക്ഷ്മിയെക്കുറിച്ച് മനോഹരമായ ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. അതിൽ പറയുന്നത്, സാക്ഷാൽ ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഭക്തിയോടെ ആരാധിക്കുന്ന ദേവിയാണ് ലക്ഷ്മി ദേവി എന്നാണ്. ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന ആ ശക്തികൾ പോലും ലക്ഷ്മി ദേവിയെ അത്രമേൽ ആദരിക്കുന്നു. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. പണമുള്ളവരെ കാണുമ്പോൾ അവൻ വലിയ പണക്കാരനായിപ്പോയി, അതാ അവന്റെ സ്വഭാവം മാറിയത്. അല്ലെങ്കിൽ പണം ഉണ്ടെങ്കിൽ മനുഷ്യർ മോശമാകും, പണമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ പണത്തെ ശപിക്കുകയാണ് ചെയ്യുന്നത്. അത്രമേൽ പരിശുദ്ധവും ദിവ്യവുമായ ആ എനർജിയെ നമ്മൾ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എപ്പോഴും മോശം പറയുകയാണെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് പണവും. പണത്തെ ഒരു തിന്മയായിട്ട് കാണാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു അനുഗ്രഹമായി കാണാൻ നമ്മൾ ആദ്യം പഠിക്കണം. അതുമാത്രമല്ല, ജീവിതത്തിൽ പണമൊന്നുമല്ല വലുത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ചിന്തിച്ചു നോക്കൂ. ത്രിമൂർത്തികൾ പോലും ബഹുമാനിക്കുന്ന ആ മഹാലക്ഷ്മിയെയാണ് നമ്മൾ ഇത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. പണം വെറുമൊരു കടലാസ് കഷ്ണമല്ല, അതൊരു എനർജിയാണ്. പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തെ നമ്മൾ ആദരിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ. എങ്ങനെ പണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാം? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ഒഴുകിയെത്താൻ സഹായിക്കുന്ന ലളിതമായ 4 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അതിലൊന്നാമത്തേത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. അതായത് പണത്തിന്റെ മൂല്യം തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും ലക്ഷ്മി ദേവിയുടെ രൂപങ്ങളാണ്. ലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലാണ് വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നലക്ഷ്മിയാണ്. നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് തരുന്ന സുരക്ഷയും ലക്ഷ്മി കടാക്ഷമാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ വാഹനം, ധരിക്കുന്ന വസ്ത്രം, നമുക്ക് സന്തോഷം നൽകുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, എന്തിന് നമ്മുടെ ശരീരത്തെ അലങ്കരിക്കുന്ന ആഭരണങ്ങൾ വരെ ഈ ചൈതന്യത്തിന്റെ ഭാഗമാണ്. ഇതിനെയെല്ലാം നമ്മൾ ബഹുമാനിക്കണം. ഇതൊക്കെ എനിക്ക് ലഭിച്ചല്ലോ എന്നൊരു നന്ദി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. എനിക്കിതൊക്കെ ഉണ്ടല്ലോ എന്ന സംതൃപ്തി പണത്തോടുള്ള നിങ്ങളുടെ ബന്ധത്തെ പോസിറ്റീവാക്കും. ഉള്ള പണത്തെ ആദരിക്കാത്തവന്റെ അടുത്തേക്ക് കൂടുതൽ പണം വരില്ല എന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഇനി രണ്ടാമത്തേതാണ് ഉപജീവന മാർഗങ്ങളെ ആദരിക്കുക. അതായത് നിങ്ങളുടെ വരുമാന മാർഗത്തെ സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിൽ പലരും എപ്പോഴും പരാതി പറയുന്നവരാണ്. എൻ്റെ ഈ ജോലി ഒരു കഷ്ടമാണ്, എൻ്റെ ബോസ് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റ് വലിയ ശല്യക്കാരാണ്. നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു മോശം ശീലമാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തെയോ മേലധികാരിയെയോ അല്ലെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റിനെയോ കുറ്റം പറയുക എന്നത്. ഈ പണി എനിക്ക് മടുത്തു, അല്ലെങ്കിൽ ഈ കമ്പനി ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഇങ്ങനെ നെഗറ്റീവായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയൂ? നിങ്ങൾക്ക് വരുമാനം തരുന്ന ആ സ്രോതസ്സിനെ നിങ്ങൾ അപമാനിക്കുകയാണ്. ഓർക്കുക, നിങ്ങൾക്കുള്ള വരുമാനം വരുന്നത് ഈ വഴികളിലൂടെയാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ വെറുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വരുമാനത്തിന്റെ ഉറവിടത്തിനെയാണ് തടയുന്നത്. ഇത് നിങ്ങളുടെ വളർച്ചയെയും ഐശ്വര്യത്തെയും ദോഷകരമായി ബാധിക്കും.
നമ്മുടെ നാട്ടിൽ പൂജവെപ്പ് സമയത്ത് നമ്മൾ പേനയും പുസ്തകങ്ങളും പണിയായുധങ്ങളും ഒക്കെ പൂജയ്ക്ക് വെക്കാറില്ലേ? എന്തുകൊണ്ടാണത്? നമുക്ക് ജീവിക്കാൻ സഹായിക്കുന്ന അറിവിനെയും തൊഴിലിനെയും ആദരിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങളൊരു ഡോക്ടറോ എഞ്ചിനീയറോ കർഷകനോ ക്ലീനിങ് ജോലി ചെയ്യുന്ന ആളോ ആരോ ആകട്ടെ, നിങ്ങളുടെ ജോലിയെ ദൈവതുല്യമായി കാണുക. നിങ്ങളുടെ വർക്ക് സ്പേസിനെ സ്നേഹിക്കുക, അവിടെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ആ വഴിയിലൂടെയുള്ള പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തേത്, തൊഴിലിടത്തെ ശുദ്ധിയായി സൂക്ഷിക്കുക. അതായത് നിങ്ങളുടെ തൊഴിലിടം ഒരു ക്ഷേത്രം പോലെ സൂക്ഷിക്കുക. ലക്ഷ്മി ദേവി വസിക്കുന്നത് വൃത്തിയുള്ള ഇടങ്ങളിലാണെന്ന് പഴമക്കാർ പറയാറില്ലേ? അത് വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ ഓഫീസ് മുറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലമോ എപ്പോഴും വൃത്തിയായും ക്രമമായും സൂക്ഷിക്കുക. സാധനങ്ങൾ വലിച്ചു വാരിയിടാതെ അടുക്കും ചിട്ടയോടും കൂടി വെക്കുക. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിൽ ലക്ഷ്മി ദേവിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രമോ അല്ലെങ്കിൽ വിളക്കോ വെക്കുന്നത് നല്ലതാണ്. ജോലി തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം അതിലേക്ക് നോക്കി നന്ദി പറയുക. ആ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റും. ഇത് ജോലി തിരക്കിനിടയിലും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി നാലാമത്തേതാണ്, പരാതികൾ ഒഴിവാക്കുക. ഇന്നു മുതൽ ഒരു കാര്യം തീരുമാനിക്കൂ. പണത്തെക്കുറിച്ചോ നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ ആരുടെ മുന്നിലും പരാതി പറയില്ല എന്ന്. പകരം എനിക്കിപ്പോൾ ഉള്ളതിന് ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്, ഇനിയും മെച്ചപ്പെടാൻ ഞാൻ ശ്രമിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങൂ. പണം എന്നത് കേവലം ഒരു ബാങ്ക് ബാലൻസ് മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യത്തിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക, വരുമാനം തരുന്ന വഴികളോട് നന്ദിയുള്ളവനായിരിക്കുക, ചുറ്റുപാടും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഈ പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമ്പത്തും സമാധാനവും കൊണ്ടുവരും എന്നതിൽ ഒരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും കൊണ്ടുവരുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. നിങ്ങൾ പണത്തെ ആദരിക്കുമ്പോൾ പണം നിങ്ങളെയും തേടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഐശ്വര്യപൂർണമായ ഒരു ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.